ഈ വർഷത്തെ SSLC പരീക്ഷ അവസാനിച്ചു. 2000-ലധികം കേന്ദ്രങ്ങളിലായി 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 3 മുതൽ മൂല്യനിർണ്ണയം ആരംഭിക്കും. മെയ് 2-ാം വാരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. 2971 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4,27,105 വിദ്യാർത്ഥികളാണ് ഇത്തവണ SLC പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്തിന് പുറമെ ലക്ഷദ്വീപിലും ഗൾഫ് രാജ്യങ്ങളിലും പരീക്ഷ നടന്നിരുന്നു. സാമൂഹ്യശാസ്ത്ര പരീക്ഷയാണ് അവസാന ദിവസമായി ഇന്ന് നടന്നത്. 1-2 വിഷയങ്ങൾ ഒഴികെ മറ്റ് വിഷയങ്ങൾ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസവും ഓരോ വിദ്യാർത്ഥികൾക്കുമുണ്ട്. പരീക്ഷ കുഴപ്പമില്ലായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു, എഴുതാനൊക്കെ പറ്റി. കുഴപ്പമില്ല, എഴുതി, നന്നായിട്ട് എഴുതി. ചിലർക്ക് അവധിക്കാലം എത്തിയതിന്റെ സന്തോഷമാണെങ്കിൽ ചിലർക്ക് കൂട്ടുകാരെ പിരിയുന്നതിന്റെ സങ്കടവുമുണ്ട്. പരീക്ഷ ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലായിരുന്നു, ഈസിയായിരുന്നു. ഇനി എല്ലാരും പിരിയുന്നതിലുള്ള ഒരു വിഷമേ ഉള്ളൂ, അത്രേ ഉള്ളൂ. വിഷമമുണ്ട്. നല്ല കൂട്ടുകാരോടൊക്കെ പറഞ്ഞു, ഭയങ്കര വിഷമം. 10ാം ക്ലാസ് പൂർത്തിയാക്കി വിദ്യാർത്ഥികളെ യാത്രയാക്കുമ്പോൾ അധ്യാപകർക്കും അഭിമാനമാണ്. ഒപ്പം മക്കളായി ഒപ്പം നടന്നവർ വിട്ടുപോകുന്ന സങ്കടവും. നമ്മൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇതേപോലെ ഒരു ബാച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളുമായിട്ട് വളരെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു വിഷമമാണ്. പക്ഷേ തുടർച്ചയായിട്ട് വീണ്ടും അടുത്ത ബാച്ച് ഇതേപോലെ SLC ഇവിടെ വരാറുണ്ട്. ഏപ്രിൽ 3 മുതൽ 20 വരെ 2 ഘട്ടങ്ങളായാണ് മൂല്യനിർണ്ണയം നടക്കുക. മെയ് 2-ാം വാരത്തോടെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. ജനം, തിരുവനന്തപുരം.